അറിയുന്ന നടന്മാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ മൂന്നെണ്ണത്തിൽ ഒരെണ്ണം വരുന്ന പേരായിരിക്കും അലൻസിയർലി ലൂപ്പസ് എന്ന് പറഞ്ഞ പേര്. എങ്ങനെയാ ഇത്രയും ഹിറ്റായതിന്റെ പിന്നാലെ എങ്ങനെയാ ഒരു ഫെയിം ഒക്കെ എടുക്കുന്നത്? ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു ആക്ടർ എന്നുള്ള തരത്തിൽ എന്നെ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഞാനത് വളരെ കൃത്യമായി ആസ്വദിക്കുന്ന ഒരാളാണ്. എനിക്ക് അതിനകത്ത് കള്ളത്തരമൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നെ ഒരു നടനെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ പേരിൽ വേവിച്ചായ എന്ന ഒരാൾ എന്നെ വിളിച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കും. അയാൾ എനിക്കൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ സന്തോഷം കാണുന്ന ആളാണ്. അവർ സന്തോഷിക്കുന്ന പോലെ തന്നെ അവരെക്കാൾ സന്തോഷിക്കുന്നുണ്ട്. ഒരു നടനെന്നുള്ള നിലയിൽ എൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ പേരിൽ എന്നെ വിളിക്കുകയും അവരോടൊപ്പം ചേർന്ന് നിന്നൊരു ഫോട്ടോ എടുക്കാൻ അവരെന്നെ ക്ഷണിക്കുകയും ചെയ്യുന്നു. അലൻസിയർ എന്നുള്ള ആളെയല്ല, അവർ ബേബിച്ചിനെയാണ് ഇഷ്ടപ്പെടുന്നത്. അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊന്നുള്ളത്, ഇത്തരം സെലിബ്രിറ്റി എന്ന് പറയുന്ന ഈ ആഘോഷങ്ങളുടെ ഇടയിൽ പോലും ഞാൻ മറക്കാതിരിക്കുന്ന ഒരു സാധനമുണ്ട്. ഞാൻ നടന്ന തറയിൽ കൂടെ തന്നെയാണ് ഞാൻ ഇന്നും നടക്കുന്നത്. ഇന്നലെ നടന്ന തറയിൽ കൂടെ തന്നെയാണ് ഞാൻ ഇന്നലെ ശ്വസിച്ച ശ്വാസം തന്നെയാണ് ഇന്നും എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരു ഭയവുമില്ല. ഇപ്പൊ കൊറേ ആരാധകര് കാണുമല്ലോ, അതിൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കൊച്ചു കുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ആരാധകര്? കുട്ടികള് ഉണ്ട്. കുട്ടികള് പിന്നെ എനിക്ക് തോന്നുന്നു എന്നോട് ചിലപ്പോ ഒരു അങ്കിൾ അല്ലെങ്കിൽ അപ്പൂപ്പൻ എന്നൊക്കെ തോന്നുന്ന ഒരു സാധനമായിരിക്കും കുട്ടികളെ സംബന്ധിച്ച്. ശാലിനിയുടെയൊക്കെ പ്രായത്തിലുള്ള കൗമാരക്കാരുണ്ടല്ലോ, അവരെന്നെ ഇങ്ങനെ സ്വീകരിക്കുന്ന ഒരു വളരെ രസകരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു വീട്ടിലൊരാളെ പോലെ എന്നെ സ്വീകരിക്കുന്നത് അങ്ങനെ കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. വേറെ ഒന്നുമില്ല, അവരോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുക, അവരെന്നെ എൻ്റെ തൊഴിൽ കൈയിടുക, അത്രയും സ്വാതന്ത്ര്യം അവർ കാണിക്കുന്നുള്ളത്. എനിക്ക് അതുപോലൊരു സ്വാതന്ത്ര്യം കാണിക്കാൻ പറ്റുന്നുള്ളത് അതെനിക്ക് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നെ സ്വീകരിക്കുന്നത് പുതുതലമുറയാണെന്നുള്ളതാണ് എനിക്കിപ്പോൾ ഉറപ്പായിട്ടും. ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഇപ്പോഴാണെങ്കിലും ഇപ്പൊ കസബയാണെങ്കിലും മൺസൂൺ മാംഗോസ് ആണെങ്കിലും മഹേഷിന്റെ പ്രതികാരം ഇനി ഇറങ്ങാൻ പോകുന്ന ഗപ്പിയൊക്കെ ആണെങ്കിലും അതിലൊക്കെ എടുക്കുന്ന ക്യാരക്ടേഴ്സ് എന്ത് ബേസിസിൽ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ? ഇന്ന ക്യാരക്ടേഴ്സ് മാത്രമേ ചെയ്യുള്ളൂ, ഇന്ന ഏജ് ഗ്രൂപ്പ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം, അങ്ങനെയൊക്കെ? അല്ല, അതിന്റെ കാലമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു തീരുമാനമില്ല. പക്ഷെ ചെയ്യുന്ന ഒരു സാധനം റിപ്പീറ്റഡ് ആകരുതെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞാൻ ആഗ്രഹിച്ച പോലെ ചിലപ്പോൾ അത് അങ്ങനെയൊക്കെ സംഭവിക്കും. അത് എൻ്റെ ആഗ്രഹപ്രകാരമൊന്നുമല്ല സിനിമ നിലനിൽക്കുന്നത്. നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന പോലെ ഒന്നുമല്ല സംഭവിക്കുന്നത്. അതിപ്പോൾ സൂപ്പർ സ്റ്റാറുകളുടെ കാര്യത്തിലായാലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അവരൊന്നും ആഗ്രഹിക്കുന്ന പോലെയല്ല ചിലപ്പോൾ കേൾക്കുന്ന കഥകളും വരുന്ന സിനിമകളും ഒക്കെ അങ്ങനെ ആയിത്തീരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ തന്നെയാണ്. ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഒന്നും അടുത്ത ഒരു കഥാപാത്രം അതുപോലെ ആകാതിരിക്കാനുള്ള ശ്രമം. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഒരു 2-3 വേഷങ്ങൾ മാത്രമായിട്ട് ഒരു ഡിഫറൻ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ബാക്കിയൊക്കെ എല്ലാം അതുപോലെയൊക്കെ അനുവർത്തിച്ചൊക്കെ വരുന്ന അത്തരം സാധനങ്ങളൊക്കെ അങ്ങനെ നിൽക്കാൻ പറ്റും. അങ്ങനൊരു വലിയ പ്രതിഭ എല്ലാം 100% മാറി മറ്റൊരു കഥാപാത്രത്തിൽ നിന്ന് വേറെ കഥാപാത്രമായി മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു സ്റ്റൈലിസ്റ്റ് ആക്ടിങ്ങിലൊക്കെ പോകണം. റിയലിസ്റ്റിക് ആക്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിശ്വാസം 2-3 കഥാപാത്രങ്ങൾ മാറി മാറിയൊക്കെ ചെയ്യാം. ബാക്കിയൊക്കെ അതുപോലെയൊക്കെ തന്നെ ഇരിക്കും. അത്രേ ഉള്ളൂ. ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്നുള്ളതല്ല, സേഫായി നീന്തുക എന്നുള്ളതാണ്. ഒഴുക്കിനനുസരിച്ച് നീന്തിപ്പോയി മുങ്ങി താഴേണ്ട കാര്യമൊന്നുമില്ല. അത് ആ സേഫ് നമ്മൾ സൂക്ഷിക്കണം. അത് ഏത് ഒഴുക്കിലേക്കാണ് പോകുന്നത്, ആ ഒഴുക്ക് എവിടെ മറികടന്ന് നമ്മൾ അപ്പുറം പോകണമെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. നമസ്കാരം, ഞാൻ അലൻസിയർ. ഈ ആഴ്ച റേഡിയോ മാംഗോ സ്പോട്ട് ലൈറ്റിൽ ശാലിനിക്കൊപ്പം ഞാനും ഉണ്ടാവും.